ഒരുമിക്കാൻ അവർക്കും നമുക്കുമെല്ലാം പടച്ചറബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ റഹ്മത്തിക യാ റഹ്മാൻ റഹീം. ഒരു 20 കൊല്ലം മുമ്പ് കല്യാണം അന്വേഷിക്കണം, ഒരു 20-25 വർഷം മുമ്പ്. അപ്പോൾ എന്താ യോഗ്യത പരിഗണിക്കുക? കല്യാണത്തിൻ്റെ യോഗ്യത എന്താ കണക്ക് കൂട്ടുക? നമ്മുടെ ഇടയിലൊരു ബ്രോക്കർമാരുണ്ടാകും. അവർ വന്നിട്ട് പെണ്ണിൻ്റെ വാപ്പാനോട് ഇങ്ങനെ പറയും, കണ്ടിയിലെ ചെക്കൻ്റെ ശരീരം മരമുട്ടി പോലെ ഇരിക്കുന്നുണ്ട്, നല്ല അധ്വാനിക്കുന്ന ചെക്കനാണ്. അപ്പോൾ വാപ്പ നിന്നവനെങ്ങനെ നോക്കും, ശരിയാണ്, കയ്യും കാലൊക്കെ കണ്ടിട്ട് കുറച്ച് അധ്വാനിക്കുന്നവനാണ്, മോളെ ഏൽപ്പിച്ചു കൊടുക്കാൻ, വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ? ചിലപ്പോൾ വാപ്പാൻ്റെ കൂട്ടത്തുള്ള ആരെങ്കിലൊക്കെ കയ്യൊക്കെ തന്നിട്ടൊന്ന് കയ്യൊക്കെ അങ്ങനെ തടവി നോക്കും, ഇങ്ങനെ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ എങ്ങനെ തയമ്പ് വന്നിട്ടുണ്ടോ, ഇവൻ അധ്വാനിക്കുന്നവനാണോ എന്നുള്ളൊക്കെ അങ്ങനെ നോക്കും അല്ലേ? അതാണ് ഒരു 10-25 കൊല്ലം കല്യാണം ആലോചിക്കുമ്പോൾ ഡിമാൻഡുകൾ. പിന്നെ ഒരു 10 കൊല്ലം ഇങ്ങോട്ട്, 10 കൊല്ലം മുമ്പ് പിന്നെ അതിൻ്റെ കോലം മാറി. എന്താ ചെക്കൻ ഗൾഫിലാണ്, ഉംറ വിസ എടുത്ത് പോകും, എന്നിട്ട് അവിടെ ചാടിയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി എടുത്ത് ഇങ്ങനെ തട്ടിമുട്ടി പോകും. ഇപ്പം എല്ലാവരും ഈ പെണ്ണ് കിട്ടാത്തവരും പോകൽ ഗൾഫിൽ ഒരു വർഷത്തിന് പിന്നെ ഗൾഫിൽ പോയിട്ട് ഇങ്ങനെ വരും പെണ്ണ് കെട്ടാൻ അല്ലേ? മറ്റേ ഡോക്ടർമാർ ഉപയോഗിച്ച കാറാണെന്നാണ് പറയുന്നത്. കാറ് വണ്ടി വിൽക്കാണ്ടെങ്കിൽ ബൈക്ക് അത് ഡോക്ടർ ഉപയോഗിച്ചതാണ്, അതിനൊരു കേടും ഉണ്ടാവില്ല. കാറ് അത് ഡോക്ടർ ഉപയോഗിച്ചതാണ്, അതിനൊരു കേടില്ല. ഇതേപോലെ ഓനെന്താ പരിപാടി? അവൻ ഗൾഫിലാണ്. ചിലപ്പോൾ ഗൾഫിൽ ഒരു പണി ഉണ്ടാവില്ല, ഗൾഫിൽ ഒരു പരിപാടി ഉണ്ടാവില്ല, എന്നാലും ആള് ഗൾഫിലാണ്. പോയി വന്നത് 2 മാസത്തെ ലീവ് ഉള്ളൂ, പെട്ടെന്ന് കല്യാണം ആക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. ആയിക്കോട്ടെ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ പറഞ്ഞാൽ മതി. ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും സംസാരം ഉണ്ടാവില്ല? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണ് എന്തെങ്കിലും നിബന്ധന വെക്കോ? അല്ല പെണ്ണിൻ്റെ വീട്ടുകാർ ഇപ്പോൾ സ്കോപ്പില്ല. ഇപ്പോൾ ഞാനാണ് എൻ്റെ പെണ്ണിനെ കണ്ടെത്തുന്നത്, എൻ്റെ വാപ്പയോ ഉമ്മയോ അതല്ല, പെണ്ണാണ് അതേപോലെ ചെക്കനെ കണ്ടെത്തുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി. മുമ്പ് എന്ന് പറഞ്ഞൊരു കുടുംബജീവിതം ആരംഭിക്കണമെങ്കിൽ വാപ്പയും ഉമ്മയും കൂട്ടുകുടുംബാദി ആളുകളാൽ തീരുമാനങ്ങൾ എടുക്കുക. നമ്മൾ ഒന്ന് കാണുക എന്നേ ഉള്ളൂ. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് ചെക്കൻ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാ 100-ൽ 100 മിഹാ പൊരുത്തം വന്നാൽ അവൻ്റെ കല്യാണം നടക്കുന്നത്. ആയിക്കോട്ടെ, ഇനി എന്തായിരിക്കും കണ്ടീഷൻ വരിക? കണ്ടീഷൻ എന്താ? നിങ്ങളെ മനസ്സിന് ഭാവനയിൽ എന്താ വരുന്നത്? എന്തായിരിക്കും? പെണ്ണ് ചോദിക്കൽ എന്താ അറിയോ? ഇൻസ്റ്റാഗ്രാം ഉണ്ടോന്നിരിക്കും. ഇപ്പം ചെക്കൻ പറയും ഇൻസ്റ്റാഗ്രാമില്ലേ, യൂട്യൂബാണ് സാധനം. യൂട്യൂബിൽ ചാനൽ ഉണ്ടല്ലോ, എത്ര സബ്സ്ക്രൈബർ ഉണ്ടെന്ന് അടുത്ത ചോദ്യം. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കും, പെണ്ണ് പറയും ഇത്ര സബ്സ്ക്രൈബർ ഉണ്ട്, എന്നാ മിയാ പൊരുത്തം, ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഔട്ടായിട്ട് പോകും, നമ്മൾ ലോകം തിരിയാത്ത ആളുകളായിട്ട് പോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നില്ലേ ഇങ്ങനെയൊക്കെ വരുമെന്നുള്ളത്? അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതൊക്കെ ഒരു തമാശയാണ്. നമ്മളൊക്കെ 10 കൊല്ലം മുമ്പ് ഇങ്ങനെ പലതും കരുതിയിരുന്നു. പക്ഷെ ഇന്ന് നടക്കുന്നത് കാണുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ അവസാന നാളെടുക്കുമ്പോൾ തിന്മകൾ കൂടും, തിന്മയുടെ ബാബുകൾ തുറന്നിടും, വല്ലാത്ത തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരിക്കുന്നത് എന്താണെന്നറിയാം? നടു റോഡിൽ നിന്ന് ആളുകൾ നടക്കുന്ന വഴിയിൽ നിന്ന് വ്യഭിചാരം നടക്കും. ആളുകൾ ഇങ്ങനെ നടക്കുന്ന വഴിയിൽ നിന്ന് വ്യഭിചാരം നടക്കും. ആ വ്യഭിചാരം നടക്കുമ്പോൾ നിങ്ങൾ അത് നടത്തല്ലേ എന്നല്ല, ഒന്ന് വഴിയിൽ നിന്ന് സൈഡിൽ, ഞാനൊന്ന് വഴി നടക്കട്ടെ, ഒന്ന് സൈഡൊക്കെ മാറിയിട്ട് ചെയ്തോളി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ കാലത്തുണ്ടെങ്കിൽ അവനക്ക് സിദ്ദീഖിന്റെ ഈമാൻ, ഉമറിന്റെ ധൈര്യമുണ്ടെന്ന് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 സ്വഹാബത്തിന്റെ ധൈര്യം ആർക്കാ വരുന്നത്? നടു റോഡിൽ നിന്നും വഴിയിൽ നിന്ന് വ്യഭിചരിക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കടോ, ചെയ്യണ്ടെന്ന് പറയില്ല. ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെ അങ്ങോട്ട് നടന്നു പോകാൻ നമ്മൾ ഉണ്ടാകൂല. എങ്കിലും ഒന്ന് നടുവഴിയിൽ നിന്ന് മാറിയിട്ട് ഒന്ന് സൈഡിലേക്ക് നിന്നിട്ട് ചെയ്തോളി എന്ന് പറയുന്നവർക്ക് അവനിക്കാണ് സിദ്ദീഖിന്റെ ഈമാൻ, ഉമറിന്റെ ധൈര്യം റളിയല്ലാഹു അൻഹുമാ എന്ന് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 10 വർഷം മുമ്പൊക്കെ നമ്മളിങ്ങനെ ഈ ഹദീസ് കേൾക്കുമ്പോൾ ആലോചിക്കും, അത്രയൊക്കെ കണ്ട് വേണോ? ഇപ്പോഴോ എവിടെ എത്തി കാലം? അങ്ങോട്ടല്ലേ വരുന്നത്, അങ്ങോട്ടല്ലേ വന്നത്. കാലം അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ യുവാക്കളോട് പറയാനുള്ളത്, നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ദാമ്പത്യ മലർ വല്ലരിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകളാണ്. കണ്ടീഷനായിട്ട് വെക്കുന്നത് ബൈക്കിൻ്റെ പിന്നിൽ എത്തി കൊണ്ടുപോകാൻ പറ്റിയതാകണം, കാറിൻ്റെ മുൻസീറ്റിൽ കൊണ്ടുപോകാൻ പറ്റിയതാകണം. ഈ കണ്ടീഷൻ വെച്ചിട്ട് പെണ്ണ് കെട്ടാൻ നിൽക്കണ്ട. ആദ്യം നമ്മൾ നോക്കേണ്ടത് ദീനുള്ളവളാണോ, അള്ളാഹുവിൻ്റെ ദീൻ ഇത് പഠിച്ചവളാണോ, പ്രാവർത്തികമാക്കുന്നവളാണോ എന്ന് ആ ഒരു കണ്ടീഷനിലൂടെ, ആ ഒരു നിബന്ധനയിലൂടെ ഒരു പെണ്ണ് കാണുകയും
കെട്ടുകയും ചെയ്താൽ പിന്നെ ജീവിതം മൊത്തം രക്ഷപ്പെടും. ഇല്ലേ ജീവിതം മൊത്തം കഷ്ടപ്പെടും, കുളം തോന്നും. ആ പെണ്ണിനിക്കും ഇതേപോലെ ദീനുള്ളവന് ആണോ എന്ന് നോക്കാനുള്ള അവസരം നമ്മളും കൊടുക്കണം. ഓളെ ദീന് മാത്രം നോക്കിയാൽ പോരാ, പെണ്ണിനുണ്ടാകും ഇതേപോലെ പൂതി, എന്ത് ദീന് വേണം. ബാപ്പ പറയും, ഉസ്താദേ മോൻ്റെ കല്യാണപ്രായമായിട്ടുണ്ട്, ഒരു സ്വലഹായ മരോളെ കിട്ടാൻ ദ്വാരക്കണട്ടോ, സ്വാലിഹായ മരോളെ കിട്ടാൻ ദ്വാരക്കണട്ടോ. സ്വാലിഹായ മരോളെ കിട്ടാൻ ഇവനക്ക് യോഗ്യത ഉണ്ടോ എന്നുള്ളൂ അതിൻ്റെ കൂടെ നോക്കണ്ടേ. ഏതേ നാട്ടിലുള്ള വയസ്സങ്കാക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കയ്യിലിരിപ്പ് എന്താന്നുള്ളത് നമ്മളും ആദ്യം ഒന്ന് വിലയിരുത്തണം. ഏതായാലും ദീനിനായിരിക്കണം നമ്മൾ സമയാസമയമാകുമ്പോൾ ദീനിനായിരിക്കണം മുൻതൂക്കം കൊടുക്കേണ്ടത്. അതല്ല നമ്മൾ ഏതെങ്കിലും സമ്പത്തോ അല്ലെങ്കിൽ ഭംഗിയോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യം ചാടിക്കളിക്കാൻ പറ്റിയ സാധനമാണോ എന്നൊക്കെ നോക്കിയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ആ കെട്ടുന്ന സമയത്ത് ആരംഭത്തിൽ നല്ല രസമുണ്ടായിരിക്കും ജീവിതം, തുടക്കത്തിൽ നല്ല ചാടിക്കളിച്ചിട്ടുണ്ടാകും. പക്ഷേ കുറച്ചങ്ങ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അന്ന് ഞാനും എൻ്റെ കെട്ടിയോളും മാത്രമേ ഉണ്ടാവുള്ളൂ, കൂടെ ചാടാനിരുന്ന് ഒരുത്തനും ഉണ്ടാവില്ല. അന്നാണ് നമ്മൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മളങ്ങ് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ പിന്നെ കയ്പിനീര് മൊത്തം കുടിക്കേണ്ടി വരും. അതുകൊണ്ട് യുവാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദീനായിരിക്കണം എല്ലാത്തിലും എവിടെയും. നമ്മുടെ പ്രയോറിറ്റി, മുഖ്യ കാര്യം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ദീനായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പിന്നെ നാട്ടിലോട്ട് പോകുന്നുണ്ടോ? കോളേജൊക്കെ പൊട്ടിയില്ലേ? നാട്ടിലേക്ക് പോകുന്നുണ്ടോ? നാളെ വെള്ളിയാഴ്ച ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല, അരി ഇടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും പോയിട്ട് അരി ഇട്ടിട്ട് എന്താ കാര്യം? കഴിക്കാനാണ് വേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.